കാപ്പ കേസിലെ പ്രതിയെ സംരക്ഷിച്ച് അവരുടെ കൗൺസിലർ സ്ഥാനം നിലനിർത്താൻ വേണ്ടിയുള്ള ഇടപെടൽ ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് യാതൊരു കുറ്റവും ചെയ്യാത്ത സിയാദിനെ പോലെ, സിയാദിന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കൂടുതൽ കേസിലും 2 ദിവസം കഴിയുമ്പോൾ അവർ കുറ്റവാളികളല്ല എന്ന് പറഞ്ഞു. കുറ്റവാളികളല്ല. കൂടുതൽ ആ ചെറുപ്പക്കാരൻ പാവപ്പെട്ട ഹൃദ്രോഗിയായിട്ട് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയുള്ള 20 വയസ്സുകാരൻ കുറ്റവാളിയല്ല. അത് തെറ്റായ ഒരു ആക്ഷേപമായിരുന്നു, തെറ്റായ പരാതിയായിരുന്നു എന്ന് തെളിയിച്ചു. അതിനുശേഷം അവരെല്ലാം വിട്ടയച്ചു. വിട്ടയക്കുമ്പോഴേക്കും എന്താ സ്ഥിതി? ആ കുട്ടി, ആ ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ അമ്മ പറയുന്ന ഒരു ഭാഗമുണ്ട്. അമ്മ പറയാണ്, ഞാൻ എന്റെ മോനെ കെട്ടിപ്പിടിക്കാൻ പോകുമ്പോൾ എന്റെ മോൻ പറയാണ്, അമ്മേ തുടരരുത്. ശരീരമാകെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇഞ്ചിഞ്ചായി ചതച്ചതാണ്. തൊടാൻ പറ്റില്ല, ശരീരം തൊടാൻ പാടില്ല. അമ്മയോട്, സ്വന്തം അമ്മയോട് വാത്സല്യത്തോടെ ആലിംഗനം ചെയ്ത് ഒപ്പം ചേർത്ത് പിടിക്കുന്ന അമ്മയോടാണ് കുട്ടി പറയുന്നത്, ആ ചെറുപ്പക്കാരൻ പറയുന്നത്, എന്നെ തുടരരുത്. അതുപോലെ ശരീരം മുഴുവൻ ആസകലം ഇഞ്ചിഞ്ചായി പൂർണ്ണമായ അർത്ഥത്തിൽ ചതച്ചിരിക്കുകയാണ്. സിയാദിന്റെ കാര്യത്തിൽ നമുക്ക് തിരിച്ചു കിട്ടുകയില്ല. സിയാദിന്റെ പേരിലെ കേസെന്തായിരുന്നു? ഒരു കുട്ടിയെ കാണാനില്ല എന്നുള്ള പരാതി കൊടുത്തവരാണ് നേരത്തെ പറഞ്ഞ ആ ജീപ്പിലുണ്ടായിരുന്നത്. ഞാൻ ഈ സിയാദിനെ മർദ്ദിക്കുന്നത് ഞാൻ കണ്ടു. ലോക്കപ്പിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വഴിയിൽ വെച്ച് മൃഗീയമായിട്ട് മർദ്ദിച്ചു. അവശനായ നിലയിലാണ് ഉണ്ടായിരുന്നത്. ആ പരാതിക്കാരി തന്നെ പറഞ്ഞു, എനിക്ക് പരാതിയില്ല. 2ാമത്തെ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്ക് ആ കുട്ടി തിരിച്ചു വന്നു. സിയാദുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. സിയാദിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു പിശകുണ്ടായിരുന്നില്ല, എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നില്ല. അത് ഇത് മാത്രമല്ല, മുമ്പും ഉണ്ടായിട്ടില്ല. ഒരു ഡ്രൈവറാണ്, സാധാരണ രീതിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാളി. ആ തൊഴിലാളിയെയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു പരാതിയും അവശേഷിക്കുന്നില്ല എന്ന രീതിയിൽ ആ കുട്ടി തന്നെ തിരിച്ചു വന്ന പശ്ചാത്തലത്തിൽ ആ കേസ് തന്നെ ഒഴിവാക്കപ്പെട്ടെങ്കിലും അതിന്റെ പെനാൽറ്റി എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ സിയാദിന്റെ മരണമായിരുന്നു. ഈ മരണത്തിന് ആരാ ഉത്തരവാദി? ഈ മരണത്തിന്റെ ഉത്തരവാദിയെ കണ്ടെത്തണ്ടേ? അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണ്ടേ? പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട് എന്ന് പോലീസ് തെളിയിച്ചിരിക്കുന്നു. ആ തെളിയിച്ചതിന്റെ ഭാഗമായിട്ടാണ് സസ്പെൻഷൻ. അപ്പോൾ പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട്. ഇനി ആ കേസിന്റെ ഭാഗമായിട്ട് ആരൊക്കെ, ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ്, ആരൊക്കെയാണ് മർദ്ദിച്ചത്? ആ SI ഇപ്പോഴും യഥാർത്ഥത്തിൽ സസ്പെൻഷന്റെ ഭാഗമായിട്ടില്ല. അതുള്ളൂ. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കി ആവശ്യമായ നിലപാട് സ്വീകരിക്കണമെങ്കിൽ പോലീസിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പും, അതായത് രമേശ് ചെന്നിത്തലയും, പൊതുഭരണം ആകെ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയും ആ കേസിന്റെ ഭാഗമായിട്ട് മഞ്ഞപ്പിത്തം കൊണ്ടാണ് മരിച്ചത് എന്ന് പറഞ്ഞ സ്ഥിതിയിൽ കേരളത്തിലെ ഏത് പോലീസാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് സമീപനം സ്വീകരിക്കുക? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഈ കേസ് യഥാർത്ഥത്തിൽ ലോക്കപ്പ് മർദ്ദനങ്ങൾ ഉൾപ്പെടെയുള്ള ഏത് കേസായാലും അതിന്റെ ഭാഗമായിട്ടുള്ള പോലീസ് കൈകാര്യം ചെയ്താൽ ശരിയാവില്ല. അത് കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കണം എന്ന് ഞങ്ങൾ പറയുന്നത് കൊണ്ടാണ്. ആ അന്വേഷണം വേണം. കാരണം കൃത്യമായിട്ട് ക്ലീൻ ചിറ്റ് കൊടുത്ത ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ക്ലീൻ ചിറ്റ് കൊടുത്ത മുഖ്യമന്ത്രിയും കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ ഭാഗമായി ഈ കേസ് അന്വേഷണം നടത്തിയാൽ ആ കേസിന്റെ ഭാഗമായിട്ട് ഒരു തെളിവും ക്രൈംബ്രാഞ്ച് അല്ല, അതിന്റെ അപ്പുറത്ത് ഏത് ബ്രാഞ്ച് നിശ്ചയിച്ചാലും അത് കണ്ടെത്താൻ സാധിക്കുന്നതല്ല എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. ഇത്തരം കേസുകൾക്ക് പതിറ്റാണ്ടുകളായിട്ട് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ആ കേസുകൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് തന്നെയാണ്. CBI, ED ഉൾപ്പെടെയുള്ള പലതിനെ സംബന്ധിച്ചും ഞങ്ങൾ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് CBI അന്വേഷിച്ചിട്ടോ ED അന്വേഷിച്ചിട്ടോ കേന്ദ്ര ഏജൻസി അന്വേഷിച്ചിട്ടോ കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷെ ഇത് വേറൊരു വഴിയില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടുള്ള കടന്നാക്രമമാണ്. അത് അന്വേഷിക്കാൻ വേറൊരു വഴിയില്ല. അത് പൂർണ്ണമായും കേന്ദ്ര ഏജൻസി കൊണ്ട് അന്വേഷിപ്പിച്ചാൽ മാത്രമേ കൃത്യമായിട്ടുള്ള നിലപാടുകൾ നമുക്ക് വ്യക്തതയോടുകൂടി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. അതിനെപ്പറ്റി എല്ലാമുള്ള വിമർശനങ്ങൾ ഉള്ളപ്പോഴും ഞങ്ങൾ എല്ലാ കാലത്തും ലോകമർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ സന്ദർഭങ്ങളിലും പതിറ്റാണ്ടുകളായിട്ട് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടാണ്, അത് കേന്ദ്ര ഏജൻസിയുടെ ഭാഗമായിട്ട് അന്വേഷണം വേണമെന്നുള്ളത്. ആ അന്വേഷണം വേണം. മാത്രമല്ല, സിയാദിന്റെ കുടുംബം പോലീസിനെ തന്നെ വിളിച്ചിട്ട് ആ കുട്ടി, ചെറിയ കുട്ടി വിളിച്ചു പറയുന്ന ഒരു വാർത്താ ശകലം നമ്മൾ കണ്ടു. ആ കുട്ടി പറയുന്നത് പാപ്പ പോയി എന്നാണ്.
പോലീസിനെ വിളിച്ചു പറയാ കുട്ടി, ചെറിയ കുട്ടി, പപ്പ പോയി എന്ന് കരഞ്ഞുകൊണ്ട് പറയുക. ഒരു ചെറിയ പിഞ്ചു കുട്ടി തന്റെ പാപ്പ മരിച്ചു എന്ന സൂചനയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുക. ആ കുടുംബത്തിന് സംരക്ഷണം വേണം. അത് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. ആ കുടുംബത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം, സഹായം നൽകണം. അതുപോലെ തന്നെ എന്തൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നു അതൊക്കെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ അവർക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കുക തന്നെ വേണം. ഈ തെറ്റായ പോലീസ് നയത്തിനെതിരായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ശക്തിയായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് ബാധ്യതയുണ്ട്. ആ ചുമതല നിർവഹിക്കുകയാണ് കൊല്ലം ജില്ലാ കമ്മിറ്റി പാർട്ടി CPIM-ന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി ചെയ്തിട്ടുള്ളത്. ഈ SP ഓഫീസിന്റെ മുമ്പിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമര പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.